അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിരിസത്ത മോമിനിങ്ങളെ, ഇറാൻ ഇസ്രായേൽ യുദ്ധ ഭാരി ഘോരമായ ഭാരി ഡേഞ്ചർ പൊസിഷനിൽ മുന്നിൽ പോയോണ്ടുണ്ട്. നിൽക്കുന്ന യാതൊരു അടയാളവും നിങ്ങൾക്ക് കണ്ടോണ്ടില്ല. ടൈം കലിയും തോളം ഭാരി പേടിക്കപ്പെട്ടെനിക്കത്തെ ഭാരി ഡേഞ്ചർ അവസ്ഥയായിട്ട് ഓരോ ടൈം ഇങ്ങനെ കഴിഞ്ഞോണ്ടിരിക്കുമ്പോഴും നിങ്ങൾക്ക് കാണുകയായിട്ടുള്ളത്. പിരിസത്തെ മോമിനിങ്ങളെ, ഈ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് പോയെങ്കിൽ ഭാരി കഷ്ട ഞങ്ങൾ എല്ലാവരും നേരിടാനായനിക്കത്തെ അവസ്ഥയായിട്ട് വേണ്ടത്. എല്ലാ നിലക്കും ഞങ്ങളുടെ ജീവന അസ്തവ്യസ്താവരും. പ്രത്യേകമായിട്ടും ഇറാൻ ആ ഒരു സമുദ്രത്തിൽ ഉള്ള ഒരു റോഡ് ഒരു ജാഗ ബന്ധാക്കി വെച്ചിരുന്നു. ആ ജാഗയിലായിട്ട് നിങ്ങൾക്ക് പെട്രോളിയം ഡീസൽ ഗ്യാസ് ഇതെല്ലാം വേണ്ടത്. അത് ബന്ധാക്കിയത് കൊണ്ട് എന്താവില്ല, നിങ്ങൾക്ക് ഇനി സദ്യത്തേക്ക് ഈ പെട്രോൾ ഇത് ഗ്യാസ് എല്ലാം സപ്ലൈ ആവില്ല. ആവാണ്ടാകുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് 100 രൂപ കിട്ടുന്ന പെട്രോൾ 500 രൂപ 600 രൂപ 1000 രൂപ പോലും കൊടുക്കണായ ബന്ധനിക്കത്തെ അവസ്ഥ വരലാണ്ട് നമുക്ക് ചൊല്ലുകയൊന്നും സാധ്യമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിട്ട് ഞങ്ങൾക്ക് ദൈനംദിന ജീവനത്തിൽ ഞങ്ങൾ നേരിടാനായനിക്കത്തെ ഒരു വലിയ കഷ്ടം ചൊല്ലത്. അതുമാത്രമല്ല, ഗൾഫ് രാഷ്ട്രത്തിലുള്ള ഞങ്ങളെ സഹോദരന്മാർ ഭാരി ദുഃഖത്തിലും ബേജാറിലുമായിട്ട് പേടിച്ചിട്ടായിട്ട് ഓരോ ടൈമും കഴിഞ്ഞു പോയോണ്ടുള്ളത്. എല്ലാവരുമല്ല, ഗൾഫ് രാജ്യത്തിലെ എല്ലാവരുമല്ല, ചില ജാഗയിലുള്ള ചില ആൾമാർ ഭയങ്കര പേടിയിലായിട്ട്, പ്രത്യേകിച്ചും ബഹ്റൈനിലുള്ള ആൾമാർ ഭാരി ഒരു പേടിച്ചിട്ടായിട്ട് ഓരോ സെക്കൻഡും അങ്ങ് നീക്കിക്കൊണ്ടുള്ളത്. ജാവ് ഇറങ്ങി സുബൈക്ക് ഞങ്ങൾ എണിക്കുവാനാ ഇല്ലേ ചൊന്നിട്ട് ഗൊത്തില്ലാത്തനക്കത്തെ ഒരവസ്ഥയായിട്ട് ജാവ് ഉറങ്ങുമ്പോൾ സുബൈ എണിക്കുന്നത് വേറാറാ വന്നിട്ട് ഞങ്ങളെ ഈ ഡെഡ് ബോഡി എടുக்கிறമാ ചൊന്നിട്ടുള്ള ഒരു നിനപ്പിലായിട്ട് അങ്ങോട്ട് ജാവ് കിടന്നുറങ്ങരുത്. അപ്പോൾ പിരിസത്തെ മോമിനിങ്ങളെ ഇങ്ങനെ യുദ്ധം മുന്നൽ പോയെങ്കിൽ 6-5 പൈസത്തെ ലാഭമില്ല, മാത്രമല്ല എത്രമാ നഷ്ടങ്ങളായിട്ട്. അപ്പം ഞങ്ങൾ എന്തിനാക്കണോ, അള്ളാഹുട്ട വേഗം ഞങ്ങൾ ദ്വാർക്കണു, പഠിച്ചോനെ ഇതൊന്ന് നീ നിപ്പാട്ടിത്താ ചെന്നിട്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ചൊല്ലുക ഉദ്ദേശിക്കുന്നതും അതായിട്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പാട്ടി തന്ന ഒരു വിഷയം കൂടിയായിട്ട് എന്നോ നാസിലത്ര കുനൂത്ത് ഉള്ളത്. എന്താ ഈ നാസിലത്ര കുനൂത്ത് ചെന്നെങ്കിൽ ഈ ഉമ്മത്ത് ഭയങ്കരമായ കഷ്ടവും പ്രയാസവും നമ്പലെല്ലാം നേരിടുമ്പോൾ അതൊന്ന് ഇല്ലാണ്ടാക്കോ വേണമായിട്ട് അള്ളാഹുട്ട നിങ്ങൾ ദുആർക്ക് ഒരു കുനൂത്തായിട്ട് നാസിലത്ര കുനൂത്ത് ഉള്ളത്. അത് എല്ലാ ഫർദ് നിസ്കാരത്തെ ലാസ്റ്റ് റക്കാത്തിൽ ഇഅ്തിദാലിൽ, അതായത് ലാസ്റ്റ് റക്കാത്തിൽ റുക്കൂഇനെ എണിച്ചിട്ട് ഇഅ്തിദാലിൽ ഞങ്ങൾ കൈ ഉയർത്തിട്ട് ദുആർക്കണക്കത്തെ ദുആ കയറ്റിക്കിട് നാസിലത്ര കുനൂത്ത് ചൊല്ലത്. ആ ദുആ ഇങ്ങനെ കൈ ഉയർത്തിട്ട് നിങ്ങൾക്ക് ആവര പോലെ അറബിയിലുള്ള ലഫ്ലെല്ലാം യൂസ് ആക്കിയിട്ട് നമുക്ക് ദുആർക്ക എന്തോ ഈ ബല നീക്കിത്താ പഠിച്ചോനെ, ഈ അക്രമികൾക്ക് നീ ശിക്ഷ കൊടുത്തിട്ട് വേഗ ഇതിനെ തൊട്ട് നീ സലാമത്ത് പഠിച്ചോനായിട്ടെല്ലാം നമുക്ക് ദുആർക്കാം. അപ്പോൾ എന്താക്കണം, അതിപ്പോൾ നിങ്ങൾക്ക് യൂസ് അങ്ങനെ ദ്വാർക്കുക നിങ്ങൾക്ക് പദ ಎಲ್ಲ ಗೊತ್ತಿಲ್ಲ ಅಂಟಾകുമ്പോൾ ದುವಾ ಗೊತ್ತಿಲ್ಲಂಗೆ ನಾರ್ಮಲ್ ಸುಬೈ ನಿಸ್ಕಾತ್ರ ಹೋದ್ರೆ ಕುನೂತಿല്ലേ, ಆ ಕುನೂತೆ ಓದಿ അങ്ങമയ്യ അതിലേ ഉണ്ട് പിന്നെ ശർറമ കൊതയിട്ടുണ്ടല്ല. അപ്പോൾ പിരിസത്തെ മോമിനിങ്ങളെ അങ്ങനെ കുനൂത്ത് ഓതണം. നിസ്കാരത്തിൽ നാസിലത്ര കുനൂത്ത് ഓതിയെങ്കിൽ അള്ളാഹു താല വേഗ ആ എന്തിര വന്നിട്ടുള്ള ആ ബല മുസീബത്ത് അതിലെ വേഗ അള്ളാഹു താല ഇല്ലാണ്ടാക്കി കളയിരുന്നുള്ളതായിട്ട് പിരിസത്തെ മോമിനികൾ അവനാണ് ചൊന്നു വന്നത്. ഞങ്ങൾ എല്ലാവരും പ്രത്യേകമായിട്ടും ഗൾഫ് രാഷ്ട്രത്തുള്ള ഞങ്ങളെ സഹോദരന്മാർക്ക് വേണമായിട്ട് ദ്വാർക്കണം. അങ്ങ് ഉള്ളത് കൊണ്ടായിട്ട് ഞങ്ങളെ ഈ രായത്തിലുള്ള എത്ര സ്ഥാപനങ്ങൾ, എത്ര ദർസുകൾ, എത്ര പള്ളികൾ ഇങ്ങനെ നടന്നുകൊണ്ട് പോകേണ്ടത്. അങ്ങ് തൻ്റെ പൈസ ആയിട്ട് പല ആൾമാർ പല യത്തീമക്കവും ഉണ്ടോണ്ടുള്ളത്. അപ്പോൾ പിരിസത്തെ മോമിനിങ്ങളെ അങ്ങ് വേണമായിട്ട് ഞങ്ങൾ പ്രത്യേക ദ്വാർക്കണം. എല്ലാവരുമല്ല, ചില ജാഗത്തിലുള്ള ചില ആൾമാർ, പ്രത്യേകിച്ചും ബഹ്റൈൻ പോലത്തെ ജാഗയിലെല്ലാം ഉള്ള ആൾമാരെല്ലാം പേടിച്ചിട്ടായിട്ട് ഓരോ ടൈമും ഊന്തിയോണ്ടുള്ളത് ഉണ്ട്. ഞാൻ ചൊന്ന പിരിസത്തെ മോമിനിങ്ങളെ അള്ളാഹുട്ട ഞങ്ങൾ ദ്വാർക്കണം. അവരത്ര വേഗ ഈ ഒരു വാർ യുദ്ധ സ്റ്റോപ്പായിട്ട് ലോകത്തുള്ള എല്ലാ ആൾമാരും മനസ്സമാധാനത്തിൽ ജീവിക്കണക്കത്തെ ഒരവസ്ഥ ഉണ്ടാവണം. അപ്പം ഞങ്ങൾ എന്തിനാക്കണം ചെന്നെങ്കിൽ ഈ നാസിലത്ര കുനൂത്ത് ഞങ്ങളെ ഫർദ നിസ്കാരത്തിൽ ലാസ്റ്റ് റക്കാത്ത് ഞങ്ങൾ ഓതരങ്ങാവണം. മനസ്സറിഞ്ഞ് ദ്വാർക്കണം. ഈ മുസീബത്ത് നിൽക്കോ വേണമായിട്ട് അള്ളാഹുട്ട ഞങ്ങൾ ബുൾപുട്ട് ദ്വാർക്കണം. ഞങ്ങൾ ഭാര്യ സേഫിലുള്ളല്ലേ, ഞങ്ങളുടെ രായത്തിൽ അങ്ങനെ ബോംബ് പോലുള്ളല്ലേ, ഞങ്ങൾക്ക് മിസൈൽ പണ്ട് പേടിയില്ലല്ലേ, ചൊന്നിട്ടെന്ത് ഞങ്ങൾ നിൽക്കണ്ട. ഇതൊരു
അതൊരു പരീക്ഷണമായിട്ട് ഇക്കട്. അങ്ങക്ക് ഇങ്ങനത്തെ നൊമ്പലല്ല കിട്ടുമ്പോൾ, ഞങ്ങളെ സഹോദരന്മാരായ മുസ്ലിമീങ്ങൾ ഇങ്ങനെ നൊമ്പല കിട്ടുമ്പോൾ ഞങ്ങൾ യന്ത്രാക്കിരാണ്ടുള്ള ഒരു പരീക്ഷണം കൂടിയായിട്ട് ഇക്കട്. ഞങ്ങൾക്കതൊരു വലിയ വിഷയമേ അല്ല. അങ്ങക്ക് ഞങ്ങൾ ഒരു നിലക്കും ദ്വാരക്കില്ല, അത് ഞങ്ങൾക്കൊരു മൈൻഡേ അല്ലാണ്ടായിട്ട് ഇന്നെങ്കിൽ എന്നൊരു ടൈമിൽ ഞങ്ങൾ ഇങ്ങനത്തെ ഒന്ന് ഫേസ് ആക്കണായ അവസ്ഥ ബറു. അതുകൊണ്ട് പിരിസത്തെ മോമിനിങ്ങളെ ഞങ്ങൾക്ക് പറണ്ട, എന്നൊരുത്തക്ക് വന്നപ്പമേ ഞങ്ങൾ ദ്വാർന്നിട്ട് അത് ഇല്ലാണ്ടാക്കോ മനസ്സ് കാട്ടങ്ങായെങ്കിൽ ഞങ്ങൾക്ക് അല്ലാഹു താല ഇത്തരത്തിലുള്ള മുസീബത്ത് തരാണ്ട് ഞങ്ങളെ സംരക്ഷിക്കോ. അങ്ങനത്തെ മനസ്സുള്ള ഞങ്ങാവണു. എല്ലാവരും മനസ്സറിഞ്ഞിട്ടൊന്ന് ആമീൻ ചൊല്ലറു. അർഹമുർ-റഹീമീനായ റബ്ബേ, ഈ ഇറങ്ങിയതായ ഈ മുസീബത്ത് എത്രയും വേഗം നീ ഇല്ലാണ്ടാക്കി പഠിച്ചോനെ. ഈ യുദ്ധം നീ ഇല്ലാണ്ടാക്കി പഠിച്ചോനെ. നീ ഒന്ന് നിപ്പാട്ട് പഠിച്ചോനെ. നീ നിപ്പാട്ടൊക്കെ നിരിച്ചെങ്ക് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുക ആർക്കും സാധ്യമില്ല പഠിച്ചോനെ. നീ മുന്നോട്ട് കൊണ്ടുപോകുക നിരിച്ചെങ്ക് അതിനെ നിപ്പാട്ടക്കും ആർക്കും സാധ്യമില്ല പഠിച്ചോനെ. അള്ളാഹുവേ, ഈ ഒരു യുദ്ധം ഇനിയും ഇങ്ങനെ കണ്ടിന്യൂ ആയെങ്കിൽ ഞങ്ങൾ എല്ലാ നിലക്കും ഞങ്ങൾ കുടുങ്ങിപ്പോണ്ട പഠിച്ചോനെ. എത്രമാ ആൾമാരെ ജീമ പോണ്ട് പഠിച്ചോനെ. എത്രമാ ആൾമാരെ പേടിച്ചിട്ട് ജീവന കളയാനായനിക്കത്തെ അവസ്ഥ പണ്ട് പഠിച്ചോനെ. അള്ളാഹുവേ, അങ്ങനെ വന്നുകൊണ്ടുണ്ട്. റഹ്മാനും റഹീമുമായ റബ്ബേ, ഈ ലോകത്തുള്ള എല്ലാ ആൾമാർക്ക് മനസ്സമാധാനത്തിൽ ജീവിക്കുള്ള ഒരു തൗഫീഖ് നീ തരണു പഠിച്ചോനെ. എത്രമാ ആൾമാർ മരിച്ചു പോന്നോണ്ടുള്ളാറ്, ബാമ്പരെതിരിൽ കീഴടങ്ങിക്കൊണ്ടുള്ളാറ് പഠിച്ചോനെ. ഈ ലോകത്ത് നീ സമാധാനവും ശാന്തിയും നെമ്മതിയും റാഹത്തും നൽകണേ പഠിച്ചോനെ. എത്രമാ പള്ളിങ്ങ പോന്നോണ്ടുണ്ട്, എത്രമാ നിസ്കരിക്കണായ ജാഗ ഇങ്ങനെ പൊടിയായോണ്ടുണ്ട്. അർഹമുർ-റഹീമീന റബ്ബേ, എല്ലവും കാണ്ട റബ്ബ് നീയല്ലേ. എല്ലാത്ര അധികാരം നിക്കല്ലേ. എല്ലാത്തുക്കുള്ള ശക്തി നിന്റെ കയ്യിലല്ലേ. റഹ്മാനായ റബ്ബേ, ഈ ഉമ്മത്തുക്ക് നീ സലാമത്ത് തരണു അല്ലാ. ഈ ഉമ്മത്തുക്ക് നീ ശാന്തി തരണു റബ്ബേ. ഈ ഉമ്മത്തിനെ നീ സഹായിക്കണു റബ്ബേ. നീ സഹായിച്ചെങ്കിൽ വേറെ ആരെ സഹായം നിങ്ങൾക്ക് അകറ്റയില്ല. നീ സഹായിച്ചില്ലെങ്കിൽ വേറെ ആരും നിങ്ങളെ സഹായിച്ചിട്ട് അത് എവിടെ എത്തുകയുമില്ല റബ്ബേ. നീ നിങ്ങളെ സലാമത്താക്കണു റഹ്മാനെ. ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനം നൽകണേ എന്താ. ലോക മുസ്ലിമീങ്ങൾക്ക് ശാന്തി നീ തരണു പഠിച്ചവന്. പ്രത്യേകിച്ചും റമദാൻ തിങ്കളായിട്ടേക്കട് അല്ലാഹുവേ, നിങ്ങളെ നീ കബൂലാക്ക് റഹ്മാനെ. നെമ്മതിയുള്ള ഒരു വാതാവരണം നീ തരണു പഠിച്ചവന്. ഇറങ്ങിയതായിട്ടുള്ള ഇനങ്ങളെ മുട്ട വന്നിട്ടുള്ള ഈ ബലാ മുസീബത്തിന് നീ ഇല്ലായ്മ ആക്കിയിട്ട് ഞങ്ങൾക്ക് നീ റഹ്മത്തും ബറക്കത്തും സന്തോഷവും നിഅമത്തും നെമ്മതിയും റാഹത്തും സലാമത്തും നീ നൽകണു അല്ലാ. യാ റഹ്മാനായ റബ്ബേ, വിശുദ്ധ റമദാൻ ഒരുപാട് അമാലുകളാക്കിയിട്ട് നിന്റെ കുസിയാക്കുള്ള ഒരു തൗഫീഖ് നമുക്ക് നീ തരണു പഠിച്ചവനെ. റഹ്മാനും റഹീമുമായ അല്ലാഹ്, വിശുദ്ധ റമദാൻ നിന്റെ മുട്ട വന്നിട്ട് ഞങ്ങളെ വിഷയത്തിൽ നല്ലത് ചൊല്ലനിക്കത്തെ റമദാനാക്കി നീ കബൂലാക്കണു റബ്ബേ. ഞങ്ങളെ വിഷയത്തിൽ നിന്റെ മുട്ട ദൂരനിക്കത്തെ റമദാൻ നീ ആക്കണ്ട അല്ലാഹ്. ഞങ്ങളുടെ ദുആ കൊണ്ട് വസിയത്താക്കി എല്ലാ ആൾമാർക്കും നീ ഖൈറ് തരണു പഠിച്ചവനെ. പ്രത്യേകിച്ചും ഗൾഫ് രാഷ്ട്രത്തുള്ള ഞങ്ങളുടെ സഹോദരന്മാർക്ക് നീ ഇസ്സത്തും സലാമത്തും അന്തസ്സും നീ നൽകണു അല്ലാഹ്. നമുക്ക് നീ നല്ല മനസ്സമാധാനം കൊടുക്കണം പഠിച്ചവനെ. എല്ലാ നിലക്കും നിന്റെ കാവൽ കൊണ്ട് നീ അനുഗ്രഹിക്കണം അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.